ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ആത്മീയ ഗീതങ്ങൾ എപ്പോഴും മനുഷ്യരുടെ വളർച്ചയ്ക്കും ആത്മീയ ശിക്ഷണത്തിനും ഉപകാരപ്രദമാണ്. പലപ്പോഴും ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു. നമ്മുടെ ബലഹീനതകളെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഗാനങ്ങൾ. പലവിധമായ ശോധനകളാൽ, പരീക്ഷണങ്ങളാൽ നിരാശയുടെ പടുകുഴിയിലേക്ക് മനുഷ്യൻ പലപ്പോഴും ആഴ്ന്നിറങ്ങാറുണ്ട്. അവിടെ നിന്ന് തിരിച്ചു കയറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ വലതുകരം നീട്ടി നമ്മെ വിളിക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് താഴ്ന്നുപോയ പത്രോസിനെ കരങ്ങൾ നീട്ടി ആഴത്തിൽ നിന്ന് വലിച്ചെടുത്തവനായ ദൈവം പാപത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മയും പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ നമ്മുടെ വലതുകരം നമുക്ക് നീട്ടിക്കൊടുക്കാം. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും നമ്മെ ഉപേക്ഷിക്കാതെ ഉറ്റ സ്നേഹിതനായി നമ്മോട് കൂടെയിരിക്കുന്ന ദൈവത്തെ നമുക്ക് മുറുകെ ചേർത്ത് പിടിച്ച് അവനോട് ചേർന്ന് നടക്കാം. ചാൾസ് ജോൺ എഴുതിയ എന്നേശുനാഥനെ എന്നാശ നീയേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ നമുക്ക് ഇന്ന് ആരംഭിക്കാം. യേശുനാഥനേ എന്നാശ നീയേ എന്നാളും മഞ്ഞ
ആത്മീയ ഗാനങ്ങൾ അധികവും ദൈവസ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് അവതരിച്ചത് തന്നെ അവന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ സ്നേഹം നമ്മെ കരുതുന്ന സ്നേഹമാണ്. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സ്നേഹമാണ്. തൻ്റെ മക്കൾ പാപത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു പിതാവിൻ്റെ ആർദ്ര സ്നേഹത്തിൻ്റെ കഥയാണല്ലോ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. എന്നും നമുക്ക് ആനന്ദം തരുന്നതും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എം.ഇ. ചെറിയാൻ എഴുതിയ ഒരു ഗാനമാണ് സുന്ദര രക്ഷകനെ എന്ന് തുടങ്ങുന്നത്. 1917 കുര്യന്നൂർ എന്ന സ്ഥലത്ത് ജനിച്ച എം.ഇ. ചെറിയാൻ കൊച്ചുസാർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അനേകം ഭക്തിഗാനങ്ങൾ ആത്മീയ ലോകത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഗാനമാണ് നാം കേൾക്കുവാനായി പോകുന്നത്. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയുമെന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. ഇന്നലെയുമെന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ, രാജാധിരാജാവു നീ, രാജാധിരാജാവു നീ, എന്നും കർത്താധികർത്താവും നീ. രാജാധിരാജാവു നീ, എന്നും കർത്താധികർത്താവും നീ. ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ. ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ. സുന്ദര രക്ഷകനേ, ഷാരോനിലെ റോസ നീ, ഷാരോനിലെ റോസ നീ, എനിക്കാരോമൽ സ്നേഹിതൻ നീ.
ആദിയുമന്തവും നീ, ആദിയുമന്തവും നീ, പാപവ്യാധിക്കു വൈദ്യനും നീ, ആദിയുമന്തവും നീ, പാപവ്യാധിക്കു വൈദ്യനും നീ, നീതിയിൻ സൂര്യനും യൂദയിൻ സിംഹവും സർവവും നീ പരനേ, നീതിയിൻ സൂര്യനും യൂദയിൻ സിംഹവും സർവവും നീ പരനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയുമിന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ, ഇന്നലെയുമിന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ. സുവിശേഷകനായ പൗലോസ് തുടിയൻ്റെ ഗാനമാണ് അടുത്തത്. 1930 അങ്കമാലിയിൽ ജനിച്ച അദ്ദേഹം സുവിശേഷ തൽപരനായി ജീവിച്ചു പോന്നു. അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ച് തളർച്ച ഉണ്ടായി. തളർന്നു കിടക്കുന്ന സമയത്താണ് അദ്ദേഹം കൂടുതലായി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ട് അനേകം മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി. ഇവിടെ ഈ ഗാനത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിനെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ അബ്രഹാം ദൈവകൽപ്പന പ്രകാരം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ മോറിയ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് നാം വായിക്കുന്നുണ്ട്. മലയുടെ മുകളിൽ വെച്ച് ഇസഹാക്കിന് പകരമായി ഒരു കുഞ്ഞാടിനെ ദൈവം കരുതി വെച്ചു. അബ്രഹാം ആ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ആ കുഞ്ഞാടാണ് യേശുക്രിസ്തു. നമുക്ക് വേണ്ടി ബലിയായി മാറിയ യേശു തമ്പുരാനെ ഓർത്തുകൊണ്ടുള്ള ഒരു ഗാനം ഇപ്രകാരം ആരംഭിക്കുന്നു: ദേവാദിദേവൻ നീ എന്ന്. ദേവാധിദേവൻ നീ, രാജാധിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു, മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ, ഉന്നത നന്ദനൻ നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ, സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ, സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ.
സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ക്രൂശിലൂരിരുളിൽ ഏകനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനാ നീ സഹിച്ചു ദൈവക്രോധമതെല്ലാം എൻ പാപം മൂലമായി നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പാതകർ മധ്യത്തിൽ പാതകനെപ്പോൽ പാപമായി തീർന്നു നീ ക്രൂശിന്മേൽ. നീ മരിച്ചു എൻ്റെ പാപങ്ങൾ പോക്കി. എന്തൊരു സ്നേഹമേ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാട് നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഭക്തിജീവിതത്തിന് വെളിച്ചവും പരിജ്ഞാനവും ആനന്ദവും നൽകുന്നതാണ് സുവിശേഷ ഗാനങ്ങൾ. അത് നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്നു, ജീവിതത്തിന് പ്രകാശം തരുന്നു. ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവത്തോട് ചേരുകയും ദൈവികമായി ജീവിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഗാനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. പുതിയ ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമസ്കാരം.